ഞങ്ങൾ ഇവനെ നിന്റെ അടുക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു. പീലാത്തോസ് അവരോട്, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർ മറുപടിയായി പറഞ്ഞു, ആരെയും മരണശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. ഏതു വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് യേശുതമ്പുരാൻ സൂചിപ്പിച്ചത് ഇതിനാൽ നിവൃത്തിയായി. പീലാത്തോസ് ആസ്ഥാനത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട്, നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിച്ചു. അതിനുത്തരമായി യേശുതമ്പുരാൻ, നീ ഇത് സ്വയമേ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെ പറ്റി നിന്നോട് പറഞ്ഞതോ എന്ന് ചോദിച്ചു. പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചത്. നീ എന്താണ് ചെയ്തത്? യേശുതമ്പുരാൻ പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദന്മാർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കുവാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശുതമ്പുരാൻ പ്രവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. സത്യത്തിന് സാക്ഷി നിൽക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതും. സത്യതൽപരനായവൻ എന്റെ വാക്ക് കേൾക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? ഇത് ചോദിച്ചിട്ട് പീലാത്തോസ് വീണ്ടും യഹൂദന്മാരുടെ അടുത്ത് എന്ന് അവരോട് പറഞ്ഞു, ഞാൻ ഒരു കുറ്റവും അവനിൽ കാണുന്നില്ല. എന്നാൽ പെസഹ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. അതിനാൽ യഹൂദന്മാരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെയോ? അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനെ അല്ല, ബറബ്ബാസിനെ വിട്ടുതരിക. ബറബ്ബാസാകട്ടെ ഒരു കവർച്ചക്കാരനായിരുന്നു. പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യണം? അവർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് ചോദിച്ചു, അവൻ എന്തു കുറ്റം ചെയ്തു? ഉടനെ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് നിശ്ചയിച്ച് ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചതിന് ശേഷം കുരിശിൽ തറയ്ക്കുന്നതിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും അവനെതിരെ കുറ്റം ചുമത്തിയപ്പോൾ യേശുതമ്പുരാൻ യാതൊരു മറുപടിയും പറഞ്ഞില്ല. അപ്പോൾ പീലാത്തോസ് അവനോട്